മന്ത്രിമാരുടെയും എം.എൽ.എമാരുടെയും സ്റ്റാഫിലേക്ക് പരിഗണിക്കുന്നവരെ കോൺഗ്രസ് പുനഃസംഘടനയിൽ പരിഗണിക്കേണ്ട എന്ന് തീരുമാനം. യൂത്ത് കോൺഗ്രസ് KSU പുനഃസംഘടനയിലും ഇവരെ പരിഗണിക്കില്ല. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, പറയൂ. ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, KPCC അധ്യക്ഷൻ മന്ത്രിയായിട്ടുണ്ട്. 2 വർക്കിംഗ് പ്രസിഡന്റുമാർ മന്ത്രിമാരായി. സ്വാഭാവികമായി ആ സ്ഥാനങ്ങളിലേക്കൊക്കെ പുതുതായി ആളുകൾ വരണം. അതുമാത്രമല്ല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് മന്ത്രിയായ സാഹചര്യമുണ്ട്. അത്തരത്തിൽ പുനഃസംഘടനയിലേക്ക് കടക്കുകയാണ് കോൺഗ്രസും പ്രധാനപ്പെട്ട അവരുടെ പോഷക സംഘടനകളും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പോൾ മന്ത്രിമാരുടെയും MLA-മാരുടെയും സ്റ്റാഫുകളിലേക്ക് കയറിപ്പറ്റാൻ വലിയ തള്ളൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പോഷക സംഘടനകളുടെ ഭാഗത്തുനിന്ന് യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ KSUവിന്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തകർ ഇവരുടെ സ്റ്റാഫ് അംഗങ്ങളായി കയറിപ്പറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ പിടിവലി നടക്കുകയാണ്. ഇങ്ങനെ സ്റ്റാഫുകളായി മന്ത്രിമാരുടെയും MLA-മാരുടെയും സ്റ്റാഫുകളിലേക്ക് പരിഗണിക്കുന്നവരെ ഈ യൂത്ത് കോൺഗ്രസ്, KSU അതുപോലെ KPCCയുടെ അടക്കമുള്ള പുനഃസംഘടനകളിൽ പ്രധാനപ്പെട്ട, അതായത് കീ പൊസിഷനുകളിലേക്ക് അവരെ പരിഗണിക്കേണ്ടതില്ല എന്ന പ്രധാനപ്പെട്ട തീരുമാനം കോൺഗ്രസ് കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോൺഗ്രസിൽ മാത്രമല്ല പുനഃസംഘടന നടക്കുന്നത്, പോഷക സംഘടനയിലും പുനഃസംഘടന ആവശ്യമാണ്. പുനഃസംഘടന നടക്കാനിരിക്കുകയാണ്. പോഷക സംഘടനകളിൽ പോലും അവരെ പ്രധാനപ്പെട്ട പദവികളിൽ പരിഗണിക്കില്ല എന്നുള്ളതാണ്. അവർ മന്ത്രിമാരുടെയും അതുപോലെ MLA-മാരുടെയും സ്റ്റാഫുകളിൽ തന്നെ തുടരട്ടെ എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. സ്റ്റാഫുകളെ സംബന്ധിച്ച് തീരുമാനമാകുന്നതേ ഉള്ളൂ. മന്ത്രിമാരൊക്കെ സ്റ്റാഫുകളെ തീരുമാനിക്കുന്നതേ ഉള്ളൂ. നേരത്തെ സാധാരണഗതിയിൽ കോൺഗ്രസിലെ ഒരു രീതി അനുസരിച്ച് മന്ത്രിമാരാണ് അവരുടെ സ്റ്റാഫുകളെ തീരുമാനിച്ചിരുന്നത്. KPCC, അതായത് ഒരു ജാഗ്രത എന്നോണം KPCC അതിലൊരു മേൽനോട്ടം വഹിച്ചിരുന്നു. പക്ഷേ ഇത്തവണ KPCC അധ്യക്ഷനും മന്ത്രിയാണ്, ഒപ്പം 2 വർക്കിംഗ് പ്രസിഡന്റുമാരും മന്ത്രിയാണ്. അതിനാൽ കൂടുതൽ ഇടപെടലുകൾ ഇത്തരത്തിൽ KPCCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. അതിനാൽ സ്വയമേ തന്നെ മന്ത്രിമാർ ഈ സ്റ്റാഫുകളെ തീരുമാനിക്കുന്നതിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഈ സ്റ്റാഫുകളെ തീരുമാനിക്കുന്നവർക്ക് പുനഃസംഘടനയിൽ സ്ഥാനമുണ്ടാവില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.